ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിക്ക് നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ രേവതിനെ കഷ്ടപ്പെടുത്തുകയാണ് കേട്ടോ. കഷ്ടപ്പെടുത്തി ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിക്കുകയാണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓരോരോ ആഹാരങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രേവതി എന്താ പറയാ അത്രയ്ക്ക് ക്ഷീണിതയായി വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് കുറെ തുണിയും കൂടെ എടുത്ത് നമ്മുടെ രേവതിയുടെ മണ്ടയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇതും കൂടെ നീ പോയി അലക്ക്, ഇതും കൂടെ അലക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ രേവതിനെ പറഞ്ഞു വിട്ടു. രേവതി മിണ്ടാതെ തുണി അലക്കാൻ പോവുകയാണ്. അപ്പൊ കുറെ പേര് ഇങ്ങനെ കമന്റ്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. രേവതിക്ക് എന്താ നാക്കില്ലേ, രേവതിക്ക് നല്ല മറുപടി പറയത്തില്ലേ എന്നൊക്കെ. ഏതായാലും നമ്മുടെ രേവതി ഇപ്പം പാവമായിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും നമുക്ക് കാണാനൊക്കെ ഒരു രസം വേണമല്ലോ, പിന്നെ കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കാം. ഏതായാലും നമ്മുടെ രേവതിയുടെ ക്യാരക്ടറൊക്കെ പതുക്കെ 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 മാറി വരും. കുറേശ്ശെയൊക്കെ മാറി വരുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ രേവതി പതുക്കെ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ രേവതി എല്ലാം അങ്ങോട്ട് സഹിച്ചും ക്ഷമിച്ചും അങ്ങോട്ട് പോകുന്നത്. സച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുന്ന രേവതിക്ക് അറിയാം. ഏതായാലും നാളെ പിന്നെ കാണിക്കാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അപ്പൊ അവരുടെ ലൈഫ് വളരെ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ വർഷ ഇങ്ങനെ ഡബിങ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ ലവ് യു 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 എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രാവശ്യം പറയുന്ന ഒരു സീനൊക്കെയാണ്, ഒരു ചെറിയ റൊമാൻസ് സീനൊക്കെയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് വരുന്നുണ്ട്. ശ്രീകാന്ത് വരുമ്പോഴത്തേക്കും ഡബിങ് സ്റ്റുഡിയോയിൽ ഒരാൾ പറയാണ് ഇവിടെ ഇരിക്കുക, ഇപ്പൊ തന്നെ മേഡം ഇറങ്ങി വരുന്നു പറയുന്നു. നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഈ ഐ ലവ് യു എന്ന് പറഞ്ഞല്ലോ കുറെ തവണ. അപ്പൊ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഇത് എത്ര തവണ എന്റെ പൊന്നു സാറേ ഈ ഐ ലവ് യു പറയുന്നത്? സത്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും ഇത്രയും തവണ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിനിപ്പോ എന്താ, പെട്ടെന്ന് ഇറങ്ങി വാ വർഷ, അതെ ഇവിടെ തന്റെ ഹസ്ബൻഡ് ഇരിപ്പുണ്ടല്ലോ, വർഷയുടെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട്, നേരിട്ട് ഇനി പറയാന്ന് പറഞ്ഞപ്പോ ശ്രീകാന്ത് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ഡബിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ വർഷ ചോദിക്കുക, ശ്രീകാന്തിന് ബുദ്ധിമുട്ടായോ ഞാൻ വിളിച്ചു വരുത്തിയത്? വേറൊന്നുമല്ല, എന്റെ സ്കൂട്ടി ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലല്ലോ, അതാ പിന്നെ ഞാൻ ശ്രീകാന്തിനോട് വരാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ശ്രീകാന്തിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഏതായാലും വീട്ടിൽ പോയി സ്കൂട്ടിയൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ നമുക്ക് വർഷ ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു കാർ ബുക്ക് ചെയ്താലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അയ്യോ ശ്രീകാന്തി, സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ, നമുക്കൊരു കാർ അത്യാവശ്യം, എങ്കിൽ പിന്നെ കാർ ബുക്ക് ചെയ്താലോ. പക്ഷേ ഈ ബൈക്കിൽ പോകുന്ന അത്രയും ത്രില്ലും ആ ഒരു ഇതൊന്നും കിട്ടത്തില്ല, ആ വൈബൊന്നും കിട്ടത്തില്ലെങ്കിൽ പോലും നമുക്ക് സൗകര്യമാണല്ലോ കാറ്. അപ്പോഴത്തേക്കും ശ്രീകാന്തും പറഞ്ഞു, അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ, ഇപ്പൊ കാറുണ്ടെങ്കിൽ നിനക്കാണെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് എടുത്തോണ്ട് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോ അതിനെനിക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ. അപ്പൊ നീ ഇതുവരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല? അത് പിന്നെ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല, അതും കൂടി ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ടൈമൊന്നും കിട്ടിയില്ല, ഈ സ്കൂട്ടിയും കൊണ്ടൊക്കെ നടക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് അങ്ങ് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞപ്പോ അതിനെന്താ, ഞാൻ പഠിപ്പിക്കാലോ. അപ്പം കാറൊക്കെ പഠിപ്പിച്ച് എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ? ശ്രീകാന്തിന്റെ കൂടെ കൂട്ടാതെ ഇനി തന്നെ ഞാൻ കാറൊക്കെ ഓടിച്ച് നടക്കാൻ വേണ്ടിയാണോ നോക്കുന്നത്? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും അല്ല വർഷ, നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ അത്യാവശ്യം പെൺകുട്ടികളാണെങ്കിലും പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്ക് ഓടിക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടെങ്കിൽ അത് നിനക്ക് ഓടിക്കാമല്ലോ. അത് നല്ലതാണല്ലോ. പെൺകുട്ടികളെല്ലാം ഇപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും ഡ്രൈവിംഗ് ഒക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ വർഷയോട് പറഞ്ഞപ്പം ഏതായാലും ശ്രീകാന്തിനെ പോലും ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാ. സച്ചി എങ്ങാണോ ആയിരുന്നെങ്കിൽ, സച്ചിയേട്ടൻ എങ്ങാണോ ആയിരുന്നെങ്കിൽ. രേവതി ചേച്ചി ഒരു കാര്യം ഓർക്കുമ്പോ സങ്കടം വരിക. ശ്രീകാന്ത് കഷ്ടമുണ്ട്, എന്തൊക്കെയാ രാവിലെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് അറിയാമോ എന്നൊക്കെ പറയുമ്പം അതൊന്നും നീ കാര്യമാക്കണ്ട. പണ്ട് മുതലേ സച്ചേട്ടൻ അങ്ങനെയാ, പക്ഷെ ആരോടും സ്നേഹമില്ലായ്മയൊന്നുമില്ല, എല്ലാവരോടും സച്ചേട്ടന് സ്നേഹമൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ പിന്നെ ഇന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്താലോ, നമുക്ക് സുധിയേട്ടന്റെ അടുത്തേക്ക് പോകാം. സുധിയേട്ടന്റെ അടുത്ത് ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സുധിയേട്ടൻ നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. അവിടെ എന്തെങ്കിലുമൊക്കെ ചില ഡിസ്കൗണ്ട് ഒക്കെ കാണാതിരിക്കുവല്ലോ, ഇപ്പൊ ചെറിയ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാന്ന് പറയുമ്പോ അത് ശരിയാ ശ്രീകാന്ത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞ് നമ്മുടെ വർഷയും അങ്ങോട്ടേക്ക് പോകാൻ വർഷയും ശ്രീകാന്തും കൂടെ നേരെ നമ്മുടെ സുധിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴല്ലേ നമ്മുടെ സുധിയുടെ കള്ളത്തരം പിടിക്കോ ഇല്ലോ എന്നൊക്കെ അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ആണെങ്കിൽ വീണ്ടും പണിയൊക്കെ തീർന്ന് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി വരുന്നത്.
സച്ചി വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി അവിടെ കിടന്നങ്ങോട്ട് പണി ചെയ്തു മെഴുകി നിരങ്ങും അല്ലേ. അപ്പം അവിടെ ക്ലീൻ ഒക്കെ ആക്കുന്നത് കണ്ടിട്ട് രേവതിയോട് ചോദിച്ചു, ഇതെന്താ ഇതുവരെ നിന്റെ പണി കഴിഞ്ഞില്ലേ? എപ്പം നോക്കിയാലും നീ അടുക്കളയിൽ തന്നെയാണോ രേവതി? നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ ഇവിടെ അതിന് മാത്രം വലിയ പണിയെടുക്കാനായിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എല്ലാം വെച്ചുണ്ടാക്കിയില്ലേ, അപ്പം അതും കൊണ്ടാ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയില്ലേ, ശ്രുതിക്കും അതുപോലെ വർഷയ്ക്കും ശ്രീകാന്തിനും പിന്നെ ശ്രുതിയുടെ ഭർത്താവിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം നീ എന്തിനാ രേവതി ഇതിന് മാത്രം കിടന്ന് കഷ്ടപ്പെടുന്നത്? നിനക്ക് ഈ വീട്ടില് എന്റെ കാര്യം നോക്കുക, അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ കാര്യം, അച്ഛൻ അസുഖ, അച്ഛന്റെ കാര്യം നോക്കുക, അച്ഛന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഇനിയിപ്പം ഇവിടെ വേറെ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനൊന്നും നീ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവർക്കൊക്കെ അവരുടെ ഭാര്യമാരുണ്ട്, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവരൊക്കെ തന്നെ ഉണ്ടാക്കിക്കോളും. അല്ലാതെ നീ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലേ വന്നേ മതി കയറി വരാൻ പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് രേവതി നീ കുറച്ചു നേരം ഇവിടെ ഇരിക്ക്, നീ കട്ടിലെ കുറച്ചു നേരം കിടക്ക്, നീ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ, നീ മിഷ്യു വല്ലോ ആണോ പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനായിട്ട്? ഞാനൊരു കാര്യം പറഞ്ഞേക്കെ, ഇത് നിന്റെ ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെയൊന്നുമില്ല സച്ചേട്ടാ, ഞാൻ നന്നായിട്ട് പണിയൊക്കെ ചെയ്തോണ്ടിരുന്നല്ലേ. നമ്മൾ പണി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷമല്ല വരാൻ പോകുന്നത്, നമ്മുടെ ശരീരത്തിന് നല്ല വ്യായാമമല്ലേ കിട്ടുന്നത്. വ്യായാമം കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരുടെയും വേല ചെയ്യാൻ നീ എന്താ ഈ വീട്ടിലെ വേലക്കാരിയോ? ഈ വീട്ടിലെ വേലക്കാരിയാണോ നീ? അല്ലല്ലോ. അല്ല, മാസമായിട്ട് നിനക്ക് ആരെങ്കിലും ശമ്പളം തരുന്നുണ്ടോ? അത് പിന്നെ എനിക്ക് മാത്രമല്ലേ സച്ചേട്ടാ ജോലി ഇല്ലാത്തത്, ബാക്കിയുള്ളവരെല്ലാവരും ജോലി ചെയ്യുന്നവരല്ലേ. എന്ത് ജോലി ചെയ്യുന്നവര്? അവരൊക്കെ പോയി ഇരുന്നും നിന്നൊക്കെയല്ലേ ജോലി ചെയ്യുന്നത്. അവർക്ക് ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ വിശ്രമിക്കാൻ സമയങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ നീ ഒരു വിശ്രമവും ഇല്ലാതെ കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ? ഞാനൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് രേവതി പറയും, വേണ്ട സച്ചേട്ടാ, വേണ്ട നിക്കിനി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ സച്ചേട്ടാ, പ്ലീസ് സച്ചേട്ടാ എന്ന് പറയുമ്പോൾ, അല്ല നീ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയത്? അത് പിന്നെ ഞാൻ വർഷയ്ക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി, അവർക്ക് ജലദോഷം എന്നാ പറഞ്ഞതമ്മ. പിന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയും അതുപോലെ തന്നെ മീൻ ഫ്രൈയും പിന്നെ അങ്ങനെ കുറെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടതും ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടതും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്തുണ്ടാക്കി? അല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട എന്താ നീ ഇന്ന് ഉണ്ടാക്കിയത്? അത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി, ഈ പണിയൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരും, എല്ലാവരുടെയും മുഖം ഞാൻ കാണേണ്ടി വരും. ഈ പണിയൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയാ ചെയ്തത്. പണി നിനക്ക് വേണ്ടി ചെയ്തു അല്ലേ നീ? അല്ല, പണി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആഹാരവും കിട്ടൂല സച്ചേട്ടാ. പണി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആഹാരവും കഴിക്കാം, പിന്നെ എനിക്ക് എന്താ കുറവ്? എനിക്ക് ഒരു കുറവും ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഭയങ്കര വിഷമമായിട്ട് സച്ചി പറഞ്ഞു, രേവതി നീ കൂടുതൽ ഇങ്ങനെ വലിയ ആളായി ഇവിടെ നിൽക്കുമെന്ന് വേണ്ടാട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരിധിയുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നീ ചെയ്യേണ്ട വേല നീ ചെയ്യണം. നിന്റെ കുടുംബത്തിൽ ചെയ്യുന്ന പോലെ നീ ചെയ്യണം. നീ വിശ്രമിക്കേണ്ട സമയത്ത് നീ വിശ്രമിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇവിടെ അതിലും വലിയ തലയിൽ നിനക്ക് പണിയെടുത്ത് വെച്ച് തരാൻ ആൾക്കാരുണ്ട്, എൻ്റെ അമ്മേനെ അറിയാലോ. അതുകൊണ്ട് നിന്റെ കാര്യം നീ പറയണം, നീ പ്രതികരിക്കണം. കഴിഞ്ഞ ദിവസം നീ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തല്ലോ നീ ഇനിയും പ്രതികരിക്കുമായിരിക്കുന്നു. ഇപ്പൊ എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അത് പിന്നെ പണി ചെയ്യുന്ന കാര്യത്തില് അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ സച്ചേട്ടാ നല്ലത്. സച്ചേട്ടാ സാരമില്ല സച്ചേട്ടാ, ഞാൻ ഇതൊക്കെ ചെയ്ത് ശീലമായതാ എനിക്ക്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നു. സച്ചിക്ക് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെ ശ്രീകാന്തിനെയാണ്. അപ്പൊ വർഷയും ശ്രീകാന്തും കൂടെ നേരെ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? നമ്മുടെ സുധിയുടെ അടുത്തേക്ക്. അങ്ങനെ സുധിയുടെ ഷോറൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഒരാളെ കണ്ട ഉടനെ തന്നെ, അതെ ഇവിടെ സുധി എന്ന് പറയുന്ന ഒരാള് ജോലി ചെയ്യുന്നില്ലേ, ഞാൻ അയാളുടെ അനിയനായിരുന്നു, എനിക്ക് ഒന്ന് കാണാനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ, വാ സുധി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സാർ, ഏതായാലും സാറ് വാ, ഞാൻ കാറ് പരിചയപ്പെടുത്താന്ന് പറഞ്ഞ എന്റെ കാറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങൾക്ക് സുധീനെ കാണണമായിരുന്നു, എൻ്റെ ഏട്ടനാ സുധീനെ കാണണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് സുധി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയാണ്. അപ്പൊ പെട്ടെന്ന് ഇവര് ഞെട്ടിപ്പോയി, സുധി എന്ന് പറയുന്ന ഒരാൾ ജോലി ചെയ്യുന്നില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോയതായിരിക്കും, സുധീരൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്, ഇപ്പം 6 മാസമായിട്ട് ഇവിടെ തന്നെയാണ് ജോലി എന്ന് പറഞ്ഞപ്പം, ഒരിക്കലും 6 മാസമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കുമല്ലോ, ഇല്ലാന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ് കേട്ടോ മനുഷ്യൻ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് സുധീനെ ഫോൺ വിളിക്കുന്നത്. സുധി ആണെങ്കിൽ പാർക്കിലിരുന്ന് എന്താ കൂട്ടുകാരനുമായിട്ട് ഓരോന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ കടം കൊടുത്ത പൈസ പെട്ടെന്ന് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് വിളിക്കുന്നത്. അപ്പൊ ശ്രീകാന്ത് വിളിച്ച് പെട്ടെന്ന് ഫോൺ എടുക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ നീ ഇപ്പൊ എവിടെയാ? അത് പിന്നെ ഞാൻ ഷോറൂമില്. ഞാനല്ലാതെ എവിടെയാ? ഞാനിപ്പോ ഷോറൂമിലാ ഉള്ളത്. ഷോറൂമിലാണെങ്കിൽ ഞാൻ ഇവിടെ ഷോറൂമിലുണ്ടല്ലോ, നിന്നെ ഇവിടെ അറിയത്തില്ലെന്നാണല്ലോ ആൾക്കാരെല്ലാം പറയുന്നത്.
പെട്ടെന്ന് ഞെട്ടിപ്പോയില്ലേ സുധി. അത് പിന്നെ ആര് പറഞ്ഞ അറിയത്തില്ലെന്ന്. അത് പിന്നെ ഞാനിപ്പം വേറൊരു ബ്രാഞ്ചിലാ വന്നിരിക്കുന്നത്. അതെ, അവിടെയുള്ള ആളുടെ കൈ കൊടുത്തേ, ഞാൻ ഇപ്പൊ അയാളോട് പറയാന്ന് പറഞ്ഞു അവിടെയുള്ള ആളുടെ കൈ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇംഗ്ലീഷിൽ അയാളോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ മാനേജർ, എക്സിക്യൂട്ടീവ് മാനേജർ തന്നെയാണ്, ഇപ്പൊ എനിക്ക് പോസ്റ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങൾക്ക് എന്താ അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇയാൾക്ക് ഒരു സംശയം, ഇയാൾ പുതിയതായിട്ട് ചാർജ് എടുത്തതാ, അപ്പൊ ഇനിയിപ്പം ഇവിടെ ഇരുന്ന മാനേജർ എക്സിക്യൂട്ടീവ് മാനേജർ തന്നെ ആയിരിക്കാം എന്ന് ഇയാളും ചിന്തിച്ചിട്ട്, അയ്യോ സോറി സാർ, എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണം സാർ എന്നും പറഞ്ഞ് അയാള് നമ്മുടെ സുധിയോട് ക്ഷമ ചോദിക്കുക. പക്ഷെ ഇയാൾ പുതിയ ആളായതുകൊണ്ടാണ്, ഇനിയിപ്പോ സുധി എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പുള്ളിക്കാരനും സംസാരിച്ചത്. അവിടെ നിന്നും നമ്മുടെ സുധി തടി തപ്പി രക്ഷപ്പെടുമെന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നൈനിയുടെയും ആദർശിന്റെയും വിശേഷം കറക്റ്റ് 9:30 ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.